ചാർജ് പെട്ടെന്ന് കഴിഞ്ഞു. ഞങ്ങൾ ഓട്ടോയിൽ പോണം. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ യൂട്യൂബ് ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങളുടെ മാമൻ്റെ വീട്ടിൽ പോവാട്ടാ, ഞാനും അമ്മയും പിള്ളേരും. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് തന്നെ പോകുന്നത് ഗൈസ്. മാമൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്, ഞാനും ഷഞ്ഞനും പോയിട്ടുണ്ട്. അമ്മേനൊക്കെ കൂട്ടി ഞാൻ ആദ്യമായിട്ട് പോണേ. അമ്മ കുറേ ദിവസമായി അച്ചാച്ചനെ കാണാൻ പോകണമെന്ന് പറയണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് പോവാം. അപ്പോൾ ഉച്ചവരെ ഞാൻ കടയിൽ പോയി, അവിടുന്ന് വന്ന് ആമി കാറി കയറിയ വഴിക്ക് എന്നെ ഉറങ്ങി സൈഡായി. കുഞ്ഞിപ്പെണ്ണ് ഉറങ്ങി എണീറ്റു. മീനു ബേക്കറിയിൽ പോയേക്കാം. സോനിയാൻ പറ്റുന്നല്ലോ. അപ്പൊ ഇൻട്രോയില് പറഞ്ഞ പോലെ ഞാനും അമ്മയും പിള്ളേരും കൂടെ മാമൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഈ പോകുന്നുള്ള അടിച്ചുപൊളിയും കാര്യങ്ങളൊന്നും തിരിച്ചു വരുമ്പോൾ ഇല്ലേ, തിരിച്ചു വരുമ്പോൾ മൊത്തം ട്വിസ്റ്റാ. അപ്പോൾ ഫുൾ വീഡിയോ നിങ്ങൾ കണ്ടോളൂ കേട്ടോ. ആ സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാനുള്ളതൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ എന്തോ എനിക്കത് കുറച്ച് വീഡിയോസ് എടുക്കാൻ തോന്നി. അതുകൊണ്ട് എനിക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനും പറ്റി. എന്തൊരു എക്സ്പീരിയൻസ് ആണല്ലോ, എല്ലാ അനുഭവങ്ങളും നമുക്ക് ലൈഫിലോട്ടുള്ള ഓരോ പാഠങ്ങളാണല്ലോ. അങ്ങനെ ഒരു പാഠം പഠിച്ച ദിവസമായിരുന്നു. വണ്ടിയിൽ കയറിയ വഴിക്ക് തന്നെ ആമിയും കുഞ്ഞും സൈഡായിട്ടോ. അവർ രണ്ടുപേരും കാറിൽ കയറുന്നതിന് മുന്നാണ് ഞങ്ങൾ ഉറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ കയറിയത്. ആമിക്ക് എന്തോ അതങ്ങനെയാണ്, ഞാൻ പണ്ട് അങ്ങനെയായിരുന്നു, പക്ഷെ ഇപ്പം അങ്ങനെയല്ല കേട്ടോ. അവൾ വണ്ടിയിൽ കയറിയ വഴിക്ക് തന്നെ അവൾ സുഖമായിട്ട് കിടന്നു. അവിടെ വളരെ സ്മൂത്തായിട്ട് എത്തിയിട്ടോ, ഒരു പ്രശ്നങ്ങളും ഇല്ലാണ്ട് ഞങ്ങൾ വല്യമാമൻ്റെ വീട്ടിലെത്തി. വല്യമാമൻ്റെ വീട്ടിലാണെങ്കിൽ ഒരു ചെറിയ വഴി, അവിടേക്ക് കണ്ടി കയറ്റി ഞങ്ങൾ പാർക്കൊക്കെ ചെയ്ത്. അവർക്ക് സർപ്രൈസ് ആയിരുന്നു കേട്ടോ. സന്ധ്യാട്ടൻ നിങ്ങളെന്ത് ഇവിടെ എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു. അപ്പോൾ ഉണ്ണീനെ ഞങ്ങൾ തീരെ കുഞ്ഞായിരിക്കുമ്പോൾ കണ്ടുള്ളതാ. പാറുവിൻ്റെ കല്യാണത്തിന്, എൻ്റെ കസിൻ്റെ കല്യാണത്തിന് കണ്ടിട്ടുള്ളതാ. അന്നാണെങ്കിൽ അവൻ ഞങ്ങളെ കാണുമ്പോൾ, ആരെങ്കിലും കാണുമ്പോൾ അവൻ കണ്ണടച്ച് കിടക്കും. അതങ്ങനെയൊന്നല്ല, അപ്പോൾ ഉറങ്ങണതാണ് ഫുൾ ടൈം. പക്ഷെ ഇപ്രാവശ്യം പോയപ്പോൾ അവൻ നല്ല ആക്റ്റീവായിരുന്നു കേട്ടോ. എല്ലാവരും കൂടെ വന്നു, ചിരിച്ചു, എല്ലാവരുടെ അടുത്തേക്കും നല്ല കാര്യമായിട്ട് പോകുന്നുണ്ടായിരുന്നേ. നല്ല രസമുണ്ടായിരുന്നു. ഈ പ്രായത്തിലൊന്നും ഉണ്ണിയോളം നല്ല രസമല്ല, അവരൊരു കളിക്കുന്ന ഒരു പ്രായമല്ലേ. അങ്ങനെ ചിരിയും കളിയൊക്കെ ആയിട്ട് കുറേ നേരം അവിടെ ഇരുന്നു കേട്ടോ. അവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞ ടൈം പോയതേ അറിഞ്ഞില്ല. അപ്പോൾ അമ്മായി മിച്ചറും ചായയും പിന്നെ ചക്ക, സ്പെഷ്യലായിട്ട് ചക്ക ഹൽവ പോലെ ഉണ്ടാക്കിയുള്ളതൊക്കെ കൊണ്ടുവന്നായിരുന്നേ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. മിച്ചർ കണ്ടാൽ പിന്നെ പിള്ളേർ വിടില്ല. ആ ഒരു പ്ലേറ്റ് മിച്ചർ കൊണ്ടുവരണ്ടപ്പോൾ അമ്മ പറഞ്ഞു, ഇത് എന്തിനു ഇത്ര അധികമൊക്കെയെന്ന്. എവിടെ, ഇവരെല്ലാവരും കൂടെ കഴിച്ചു, ഞാനും കഴിച്ചു സൈഡിൽ കൂടെ. അത് പോയ വഴി അറിഞ്ഞില്ല, പെട്ടെന്ന് തന്നെ പ്ലേറ്റൊക്കെ കാലിയായിരുന്നു കേട്ടോ. ആദ്യം ഇതേ എന്തോ പറഞ്ഞതിന് പിണങ്ങിയിട്ടിരിക്കുന്നതാ. ഉണ്ണിയുടെ കളിപ്പാട്ടങ്ങളാ. കാരണം പിള്ളേർ ഈ പ്രായത്തിലുള്ള ഉണ്ണികളൊന്നും അടുത്തില്ലാത്തതുകൊണ്ട് തന്നെ അവരുടെ ടോയ്സ് കൊണ്ട് കളിച്ചോണ്ടിരിക്കട്ടോ എല്ലാവരും. അങ്ങനെ ഉണ്ണീനെ കളിപ്പിച്ച് കൊതി തീരാണ്ട് മനസ്സില്ലാ മനസ്സോടെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാ. ഇനി അച്ചാച്ചൻ്റെ അവിടേക്ക് പോകണേ, ഇനി വല്ലാതെ ലേറ്റ് ആവണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ മാത്രമല്ലേ പോയിട്ടുള്ളൂ. അങ്ങനെ പിന്നെ അച്ചാച്ചൻ്റെ അവിടേക്ക് എത്തിയിട്ടോ. ഞങ്ങൾ വരുന്നുള്ളത് ആരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അച്ചാച്ചൻ കെടുക്കായിരുന്നു തോന്നുന്നു. അച്ചാച്ചന് പനിയായിരുന്നു. അപ്പോൾ ആളിത്തിരി ക്ഷീണത്തിലാണ്. കല്യാണത്തിൻ്റെ സമയത്ത് പോയിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ അങ്ങോട്ട് പോയിട്ട് ഇപ്പോൾ കുറേ നാളായിട്ടുണ്ടായിരുന്നു. പിള്ളേർക്ക് പിന്നെ ഇവിടെ ഒരു പരിചയക്കുറവും കാര്യങ്ങളൊന്നും ഇല്ല. അവർ നേരെ അടുക്കള സൈഡിലേക്ക് പോയി. അവിടെ ഒരു പ്രാവ് ഉണ്ടായിരുന്നു, അപ്പോൾ പ്രാവിനെയൊക്കെ നോക്കി നിൽക്കണ്ടായിരുന്നു കുറേ നേരം. പിന്നെ ദിബിനും പാറൊന്നും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ഒരു എനക്കക്കുറവ് അവിടെ ഞങ്ങൾക്ക് ഫീൽ ചെയ്തായിരുന്നു. പിന്നെ ഷഞ്ചിനും ഇല്ല. ഷഞ്ചിനും ഉണ്ടെങ്കിൽ കുറച്ചും കൂടി കലപില വെക്കുന്ന ആളാണ്. പിന്നെ സിന്ധേച്ചും ഇല്ല. എല്ലാവരും കൂടെ ആണെങ്കിൽ പിന്നെ പറയാനില്ല, അത്രയും ബഹളം തിക്കുന്നവരൊക്കെ. ഞാൻ മാത്രമാണെന്നുണ്ടെങ്കിൽ അത്ര ബഹളം ഉണ്ടാവാൻ പിള്ളേർ കുറച്ചേരൊക്കെ അവിടെ ഇരുന്ന് റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് ദിബിൻ തന്നെ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളതാണ്. അമ്മാമ്മ മരിച്ചിരിക്കുന്ന സമയത്ത് ഞങ്ങളവിടെ നിൽക്കാൻ പോയിണ്ടായിരുന്നേ. അപ്പം അന്ന് പഠിപ്പിച്ചിട്ടുള്ളതാ. അപ്പം ആമി കുറേ നാളായി അത് ചെയ്തിട്ട്. ആമി അത് പൊടി തപ്പിയൊക്കെ എടുത്തിട്ട് നോക്കുന്നുണ്ടായിരുന്നു. മിന്നുവിനും കുഞ്ഞിക്കൊക്കെ കാണിച്ചു കൊടുക്കണ്ടായിരുന്നേ. ഇത് ശരിക്കും എനിക്ക് അറിഞ്ഞൂടോ കേട്ടോ അത് സോൾവ് ചെയ്യാൻ. ആമിക്കിതറിയാം. ആമി നല്ല സ്പീഡിൽ ചെയ്തിരുന്നതാ. ഇപ്പം അത് ചെയ്യാണ്ടിരുന്നിട്ട് അത് ഇത്തിരി സ്ലോ ആയേക്കാണ്. പക്ഷെ അവൾക്ക് പറ്റും, അവൾക്ക് ട്രൈ ചെയ്ത് അവൾക്ക് വേഗം വേഗം ചെയ്യാനൊക്കെ പറ്റും. ആദ്യം ഒരു സൈഡ്, ഒന്നോ രണ്ടോ സൈഡ് അവൻ ചെയ്യും, പിന്നെ അതിൽ കൂടുതൽ അവനറിയില്ല. അപ്പം അമ്മ പരാതി പറയാട്ടോ, അവർക്ക് ഇതൊക്കെ ഇരുന്ന് കളിച്ചാൽ മതി വെക്കേഷനിൽ, ഇനി ഫുൾ ടൈം ടി വി കണ്ടിരിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ ഓരോന്ന് പറയണ്ടേട്ടാ. എനിക്കൊന്നും സംസാരിക്കാനുണ്ട്. ഞാൻ ഇങ്ങനെ സീരിയലും കേട്ടോ അവിടെ ഇരിക്കുന്നത്. ഞാൻ ഈ വീഡിയോ എടുത്തത് ഇത് മിന്നുവാണ് എടുത്തത്, ഞാൻ അറിഞ്ഞിട്ടില്ല. പിന്നെ നേരെ നമ്മൾ ഈ കള്ളി വരച്ച് കളിക്കുന്നത് ഇവർ റോട്ടിൽ ഇവിടെ കളിക്കാറുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഞങ്ങൾ പണ്ട് മാമൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ വരച്ച് കളിക്കാം, അവിടെ കളിക്കാൻ നല്ല രസം അവിടുത്തെ മണ്ണിൽ എന്നൊക്കെ പറഞ്ഞപ്പോൾ നേരെ അവിടെ ഇറങ്ങിയിട്ടോ കളിക്കാൻ. അപ്പം മാമൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇങ്ങനെയാണ്. അപ്പോൾ ഒരു കള്ളിയിൽ ഒന്നിൽ കൂടുതൽ തവണ കുത്താൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവർക്കത് അറിയുന്നില്ല. അവർ റോട്ടിൽ കളിച്ചു. എനിക്കാണെങ്കിൽ റോട്ടിൽ കളിക്കുന്നതിനെ പറ്റി ചിന്തിക്കാൻ കൂടെ വയ്യ. അവർ ചെരുപ്പൊക്കെ ഇട്ടിട്ടായിരുന്നു കളിക്കുക. നമുക്ക് ഈ മണ്ണിൽ കളിക്കുന്ന
ഫീലൊന്നും വേറെ തന്നെയല്ലേ. അപ്പം ഞാനിവരിവിടെ ഇങ്ങനെ കളിക്കാനിട്ട് എനിക്ക് കളിക്കാൻ തോന്നുന്നുണ്ടായിരുന്നു. കുറച്ച് നേരം നിന്ന് ലാസ്റ്റ് ഞാനും ഇറങ്ങിട്ടോ. നമുക്ക് കളിക്കാൻ തോന്നുന്നേ, പണ്ടത്തെ ഒക്കെ ഒരു ഓർമ്മയും കാര്യങ്ങളൊക്കെ വരല്ലേ. ആമി ഉമ്മ കൊടുക്ക്. പല്ല് കമ്പി കുത്തും മോത്ത്. പിടിക്കവനെ എന്നെ ഇന്ന് തിങ്കളാഴ്ച വെള്ളിയാഴ്ച ആവട്ടെ. പണ്ടൊക്കെ വെക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ വിഷു കഴിഞ്ഞ ആ ദിവസം സദ്യയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ മാമൻ്റെ അവിടേക്ക് പോകും. അങ്ങനെ പിന്നെ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച മാമൻ്റെ അവിടെ നിൽക്കാറുണ്ട് കേട്ടോ. എൻ്റെ പൊന്നെ കളിച്ച് തകർക്കും ഞങ്ങൾ. എല്ലാവരും കൂടെ നല്ല രസമാണ് കേട്ടോ. അവിടുത്തെ കളികളൊക്കെ എന്ന് പറഞ്ഞാൽ മണ്ണിലുള്ള കളികളാണ്. ഇങ്ങനെ കള്ളി വരച്ച് ഞങ്ങൾ കളിക്കും. പിന്നെ കുട്ടിയും കോലും കളിക്കില്ലേ, കുട്ടിയും കോലും കളിക്കും. എൻ്റെ പൊന്നെ കുട്ടിയും കോലും കളിച്ച് കുറേ നാൾ ഞങ്ങൾ കളിച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ അതുപോലെ ഒതളങ്ങ വെച്ചിട്ട് ക്രിക്കറ്റ് കളിക്കും. പിന്നെ കുട്ടിപ്പുര പണിത് അമ്മമ്മയും അച്ഛനൊക്കെ ഓല മടഞ്ഞ് കൊണ്ടുവരുമ്പോൾ അതുകൊണ്ട് വീടുണ്ടാക്കി കളിക്കും. വീടിൻ്റെ ഹൗസ് വാമിങ്ങിന് ഞങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഉപ്പും മുളകിട്ടിട്ട് മാങ്ങയാക്കി നാരങ്ങ വെള്ളമൊക്കെ കലക്കി മാമൻ്റെ അടുക്കൊക്കെ വല്ലപ്പോഴേ പോവാറുള്ളൂ, ദൂരമുള്ളതുകൊണ്ട് തന്നെ. അപ്പം ഞങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ വൈകുന്നേരമൊക്കെ പാടത്തേക്ക് പോകും. ഞാനും സിന്ധേച്ചും ഷഞ്ചിനും അമ്മയൊക്കെ കൂടെ അങ്ങനെ പാടത്തിൻ്റെ അറ്റം വരെ നടക്കും. പിന്നെ അവിടെ അങ്ങനെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞിരിക്കും കേട്ടോ. അതൊക്കെ ഇപ്പോഴും എൻ്റെ കണ്ണിലുണ്ട്. ഞാനിപ്പോൾ ഈ കളി വരെ കൂടെ കളിക്കുമ്പോൾ എനിക്ക് ആ ഒരു ഓർമ്മകളൊക്കെയാണ് കേട്ടോ എൻ്റെ മനസ്സിൽ കൂടെ കടന്നു പോയത്. നമ്മൾ വലുതായെങ്കിലും നമ്മുടെ മനസ്സിൽ ആ ഓർമ്മകളൊക്കെ ഉണ്ടാവില്ലേ. പക്ഷെ ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ വെക്കേഷൻ എന്നൊക്കെ പറയുമ്പോൾ അവർ മെയിനായിട്ട് അവരുടെ മനസ്സിൽ വരുന്നത് ടിവിയും ഫോണൊക്കെ തന്നെയല്ലേ. പക്ഷെ ഇപ്പോൾ ആമി ഇവരൊക്കെ ഇപ്പോൾ കുറച്ചൊക്കെ എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങിയിട്ടോ. ഞങ്ങൾ ഈ കളികളെ പറ്റിയൊക്കെ പറയുമ്പോൾ അവരത് ഇതെങ്ങനെയാന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഈ കളി തന്നെ അവർ കളിക്കുന്ന രീതിയല്ല നമ്മൾ പണ്ട് കളിച്ചിരുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ കളിക്കാന്ന് പറയുമ്പോൾ അവർക്ക് പറ്റുന്നില്ല. കാരണം ഇവർ ഒരു കളിയിൽ തന്നെ പലതവണ ചാടിയിട്ടാണ് കളിക്കുക. നമ്മളൊന്നും അങ്ങനെയല്ലല്ലോ കളിക്കാറ്. ഉണ്ടല്ലോ ലെഫ്റ്റ് കാലുകൊണ്ടാണ് കളിക്കണമെന്നുണ്ടെങ്കിൽ അത് കളിക്കുമ്പോൾ ഒറ്റയടിക്ക് റൈറ്റിൽ കാലിലേക്ക് ചാടും. അപ്പം ഞാൻ ചോദിക്കും ഇത് എന്ത് കളിയെന്ന്. അവർക്ക് കാല് കളിച്ചിട്ടാന്നാണ് അവർ പറയുന്നത്. അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നു. കുറേ നേരം ചിരിച്ചു കേട്ടോ. കുറേ ചിരിച്ച് പിന്നെ ഞങ്ങൾ ഇറങ്ങിയത് മൊത്തം ട്വിസ്റ്റായിരുന്നു. ഞങ്ങൾ ഒരു സന്ധ്യയ്ക്ക് ആയപ്പോൾ ഇരുട്ടാവുമെന്ന് പറഞ്ഞിട്ട് അമ്മ പിന്നെ എന്നാൽ പോവാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിട്ട് ബല്ലേ ബല്ലേ തുടിച്ച ചന്ദ്രന്റെ സ്വന്തമായി ഞാൻ അറിഞ്ഞ പൊന്നല്ലേ കണ്ണല്ലേ ചടി. വണ്ടിയുടെ ചാർജ് കഴിഞ്ഞു ഗൈസ്. 7% 10 കിലോമീറ്ററിലൊന്നും എടുത്തിട്ട് ഗൈസ് നമ്മൾ ചാർജ് പെട്ടെന്ന് കഴിഞ്ഞു. ഞങ്ങൾ ഓട്ടോക്കാർക്ക് ഈ വണ്ടിനെ വിശ്വസിക്കാൻ പറ്റില്ല. 20% ഉണ്ടായിരുന്നത് പെട്ടെന്ന് ഡൗൺ ആയി. അതെ, ഞങ്ങൾ വഴി പകുതി എത്തിയപ്പോൾ കാറിൻ്റെ ചാർജ് 20 കാണിച്ചു. പിന്നെ പെട്ടെന്ന് അത് ഡൗൺ ആയി. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയണ്ടായിരുന്നില്ല. ഞാൻ വണ്ടി സൈഡ് ഒതുക്കി. ഞാൻ അബ്ചേട്ടനെ വിളിച്ചു. കാരണം കാറിൽ ചാർജ് കുറവാണ്, എനിക്ക് ചാർജ് ചെയ്ത് തരാൻ ഞാൻ അബ്ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. അപ്പോൾ അബ്ചേട്ടൻ പറഞ്ഞു അത് ഈസിയായിട്ട് എത്തും, ഷിംനായിനുള്ളതൊക്കെ ചാർജ് ചെയ്യലുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ആ ഒരു കോൺഫിഡൻസിലാണ് ഞാൻ അന്ന് അങ്ങോട്ട് ഇറങ്ങിയത് കേട്ടോ. ഞാൻ വേഗം വണ്ടി സൈഡാക്കി അബ്ചേട്ടനെ വിളിച്ചു. അബ്ചേട്ടൻ എത്തി. കാരണം ഓൾറെഡി എത്താറായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ സേഫായിട്ട് ഒരു പെട്രോൾ പമ്പിൻ്റെ ഓപ്പോസിറ്റ് കൊണ്ടുവന്നിട്ടായിരുന്നു കേട്ടോ അബ്ചേട്ടൻ. അവിടെ എത്തുമ്പോഴേക്കും വണ്ടിയുടെ ചാർജ് 1% ഓൺലി. നമുക്കൊരു വേറെ മാർഗ്ഗമില്ല. അപ്പം ഞാൻ അമ്മേനെയും പിള്ളേരും ഊബർ ഓട്ടോ വിളിച്ചിട്ട് ഞാൻ അവരെ വീട്ടിലോട്ട്. എന്താ വെച്ചാൽ അബ്ചേട്ടൻ ബുള്ളറ്റിലാണ് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പം കാറ് ചാർജ് ചെയ്ത് എനിക്ക് ഡ്രൈവ് ചെയ്ത് പോകാലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാൻ അവിടെ നിന്നത്. അല്ലെങ്കിൽ പിന്നെ കാർ ഇങ്ങനെ വഴിയിലിട്ട് പോകാനായിട്ട് തോന്നിയില്ല. നമ്മുടെ വീട്ടിലത്തെ ഒരു അംഗത്തിൻ്റെ പോലെ തന്നെയാണല്ലോ. 1% ചാർജ് ഉണ്ടായുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു റിക്കവറി വാൻ വരാണ്ട് ഇനി വേറെ ഒന്നും നടക്കില്ല എന്ന് മനസ്സിലായപ്പോൾ അബ്ചേട്ടൻ അപ്പം തന്നെ സർവീസ് സെൻ്ററിലേക്ക് വിളിച്ചായിരുന്നു കേട്ടോ.
പക്ഷേ ഒരു കാര്യം നമ്മൾ എന്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഹിന്ദി അറിഞ്ഞിരിക്കണം. അത് പുറത്തുനിന്നുള്ളവരാണ് സംസാരിക്കുന്നത്. അപ്പോൾ അവർ ഹിന്ദിയിൽ മാത്രമേ അവർക്ക് കമ്മ്യൂണിക്കേഷൻ സാധിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അബ്ചേട്ടൻ ഹിന്ദി അറിയുന്നതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. ഒരു തവണ വിളിച്ചു. അപ്പോൾ നമ്മൾ അവർക്ക് സർവീസ് സെൻറ്ററിലേക്ക് അവരൊരു ലിങ്ക് അയച്ചിരുന്നു. നമ്മുടെ കറണ്ട് ലൊക്കേഷനൊക്കെ അവർക്ക് അയച്ചു കൊടുത്തു. അങ്ങനെ അവർ കോൾ ഇങ്ങോട്ട് വരും എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അവിടെ ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്തായിരുന്നു. അബ്ചേട്ടൻ്റെ ഫോണിലാണെങ്കിൽ ചാർജും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഓപ്പോസിറ്റുള്ള പെട്രോൾ പമ്പിൽ കയറിയിട്ട് ഫോണൊക്കെ ചാർജ് ചെയ്തിട്ടാണ് കേട്ടോ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ആ ഫോണിലേക്കാണ് വിളിക്കുക. അപ്പോൾ ചാർജ് ഇല്ലാണ്ടിരുന്ന് കഴിഞ്ഞാൽ അതും പ്രശ്നമാണ്. അരമണിക്കൂർ കഴിഞ്ഞിട്ടും അവരുടെ കോള് തിരിച്ചു വരാതായപ്പോൾ ഞാൻ വീണ്ടും എൻ്റെ ഫോണിൽ നിന്നൊന്ന് ട്രൈ ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ പറഞ്ഞു ഞങ്ങൾ നടു റോട്ടിലാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ കുറച്ചും കൂടി എമർജൻസി ആക്കാം, പെട്ടെന്ന് എത്തിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഫോൺ കട്ട് ചെയ്തു. അത് കഴിഞ്ഞ ഒരു അരമണിക്കൂറിന് ശേഷം നമ്മുടെ മണ്ണുത്തിയിലുള്ള 2 പയ്യന്മാരാണ്. അവരുടെ കോൾ നമുക്ക് ഇങ്ങോട്ട് വന്നു. സാർ ഞങ്ങൾ അവിടേക്ക് വരാം, എവിടെയാണ് നിങ്ങൾ നിൽക്കുന്നതെന്നൊക്കെ കറക്റ്റ് ചോദിച്ചിട്ട് അവർ വന്നു. അവർ വന്നതിന് ശേഷം എല്ലാ കാര്യങ്ങളും സ്മൂത്ത് ആയിരുന്നു. അവർ നല്ല രീതിയിൽ തന്നെ അത് ഹാൻഡിൽ ചെയ്തായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു മഴയൊക്കെ പെയ്തായിരുന്നു കേട്ടോ. മഴ പെയ്ത് ഞങ്ങൾ വേഗം കാറിൻ്റെ ഉള്ളിലൊക്കെ കയറിയിരുന്നു. അങ്ങനെ ഇത് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ ഈ വണ്ടിക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള പാർക്കിംഗ് സ്പേസിലാണെന്നുണ്ടെങ്കിലാണ് കേട്ടോ ഈ വണ്ടിയിൽ കയറ്റാൻ എളുപ്പം. കണ്ടില്ലേ, ഇത്രയും സ്പേസ് വേണമായിരുന്നു. അത് കറക്റ്റായിട്ട് നമുക്ക് അവിടെ പെട്രോൾ പമ്പിന് മുന്നിൽ സ്ഥലം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ അത് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാനിവിടെ കാര്യം ശ്രദ്ധിച്ചത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ വാടാനപ്പള്ളി, കാഞ്ഞാണി, തൃശ്ശൂർ റൂട്ടിലുണ്ടല്ലോ ചാർജിങ് സ്റ്റേഷന് വളരെ കുറവാണ് കേട്ടോ. നമ്മൾ പെട്ടുപോകും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ തൃശ്ശൂർക്ക് എത്തണം. അതെന്തുകൊണ്ടാണ് ഇത്രയധികം EV വെഹിക്കിൾസ് ഇറങ്ങുമ്പോൾ ചാർജിങ് സ്റ്റേഷൻ ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യമല്ലേ അല്ലേ? ധൈര്യമായിട്ട് ഈ വണ്ടി എവിടേക്കും കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയായിട്ടുണ്ട് ഇപ്പോൾ. അങ്ങനെ വണ്ടി സാഹസികമായിട്ട് അതിൻ്റെ ഉള്ളിൽ കയറ്റി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ 10 മണിയായി ഉണ്ടായിരുന്നേ. ഞങ്ങളൊരു 7:30 ആയപ്പോഴാണ് വണ്ടി സ്റ്റോപ്പായിട്ട് അവിടെ നിന്നേ. അപ്പോൾ അത്രയും നേരം ഞങ്ങൾ അവിടെ പോസ്റ്റായിരുന്നു. ഭാഗ്യം ഈ സമയത്തെങ്കിലും എത്തിക്കാൻ പറ്റിയതിൽ സന്തോഷമുണ്ട്. എന്നിട്ട് ആപ്ലിക്കേഷൻ കയറ്റി കഴിഞ്ഞതിന് ശേഷം ചാർജ് കയറുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് കേട്ടോ ആ പയ്യന്മാർ അവിടെ നിന്ന് പോയത്. അവരുടെ സഹായം കിട്ടിയത് വലിയ കാര്യമായി. അത് ഫ്രീ സർവീസാണ് കേട്ടോ. അത് ടാറ്റ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസാണ്. പക്ഷെ അതിൽ കണക്ട് ചെയ്ത് കിട്ടാനായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ബാക്കിയെല്ലാം നല്ല സ്മൂത്തായിട്ട് തന്നെ പോയായിരുന്നു. അവിടെ ഇരുന്നൊരു 15 മിനിറ്റോടെ തന്നെ ചാർജ് ഒരു 40% മുകളിലായിരുന്നു കേട്ടോ. ചാർജ് കയറ്റി കണ്ടപ്പോഴുള്ള സന്തോഷം എനിക്കറിഞ്ഞൂടെ. ഇത്രയും നാൾ വീട്ടിൽ ആ കാറിൽ ചാർജ് ചെയ്തിട്ട് എനിക്ക് ഇത്രയും വലിയ സന്തോഷം എനിക്ക് ഉണ്ടായിരുന്നില്ലേ. അങ്ങനെ അതെ അവർ തിരിച്ചു പോയിട്ടോ. ഞങ്ങളുടെ രക്ഷകനായിട്ട് വന്ന വാഹനമാണ് അത്. 10 മിനിറ്റ് ചാർജ് കയറ്റിയതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ പഠിച്ചൊരു പാഠം ഞാൻ പറയാം. നമ്മൾ അത്യാവശ്യം ചാർജ് ഉണ്ടെങ്കിൽ കാർ എടുത്തിട്ട് ധൈര്യമായിട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ ചാർജിങ് സ്റ്റേഷൻ എവിടെയെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അത് അത്ര അവിടെ എത്തില്ല. നമ്മൾ 20% നമ്മൾ ഒരിക്കലും കാൽക്കുലേറ്റ് ചെയ്യരുത്. നമ്മൾ റിസർവ്ഡ് ആയി തന്നെ കണക്കാക്കണം. 20% AC ഒക്കെ ഓഫ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ. Thanks for watching.